ഇന്ത്യയിലെ മത്സ്യ ഉൽപാദനത്തിലെ 20% കേരളത്തിൽ നിന്നാണ്. 2010 ശേഷം 1500 കോടിയിലേറെ രൂപയുടെ 1.5 ലക്ഷം മെട്രിക് ടണ്ണിലധികം വരുന്ന സമുദ്രോൽപ്പന്നങ്ങൾ കയറ്റി അയച്ചതായാണ് കണക്ക്. ഇത് ഇന്ത്യൻ സമുദ്രോൽപ്പന്ന കയറ്റുമതിയുടെ അളവിന്റെയും മൂല്യത്തിന്റെയും സുപ്രധാന ഭാഗം കൂടിയാണ്. കേരളത്തിൽ നിന്നുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതിയിലെ മുഖ്യ ഇനം ചെമ്മീനാണ്. മൂല്യാടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിൽ നിന്നുള്ള കയറ്റുമതിയുടെ 40% ചെമ്മീനാണ്. ദേശീയ അടിസ്ഥാനത്തിലും ഏറ്റവും കൂടുതൽ ചെമ്മീൻ കേരളത്തിൽ നിന്നാണ് കയറ്റുമതി ചെയ്യുന്നത്. കേരളത്തിന്റെ മത്സ്യബന്ധന മേഖലയിൽ തീരദേശത്ത് നിന്ന് ലഭിക്കുന്ന 300-ലേറെ ഇനം മത്സ്യങ്ങളിൽ ചെമ്മീൻ തന്നെ മുന്നിട്ട് നിൽക്കുന്നു. സംസ്ഥാനത്തിന്റെ ഉൾനാടൻ മത്സ്യബന്ധന രംഗത്ത് ആദായകരമായ മത്സ്യകൃഷി എന്ന നിലയിൽ ചെമ്മീൻ കൃഷി ഇന്ന് വ്യാപകമായിരിക്കുന്നു. തോടുകളും കുളങ്ങളും വെള്ളക്കെട്ടുകളും ധാരാളമായുള്ള പടിഞ്ഞാറൻ മേഖലയിൽ ചെമ്മീൻ കൃഷി ലാഭകരമായി കൃഷി ചെയ്ത് നല്ല വരുമാനം തരമാക്കുന്ന നിരവധി കർഷകർ ഇന്ന് ഈ രംഗത്തുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ മത്സ്യസമൃദ്ധി പദ്ധതി, മത്സ്യ കർഷക വികസന ഏജൻസി, മത്സ്യഫെഡ് തുടങ്ങിയവയുടെ സഹകരണത്തോടെ വേണ്ട ശ്രദ്ധയും പരിചരണവുമേകി വികസിപ്പിക്കാവുന്ന ഒരു പ്രധാന കയറ്റുമതി മത്സ്യോൽപ്പന്നം എന്ന നിലയിൽ ചെമ്മീൻ കൃഷി അതിൻ്റെതായ മികവ് ഉയർത്തുന്നു. ഇവിടെയാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി ചെമ്മീൻ കൃഷിയിൽ ബദ്ധശ്രദ്ധനായി നിന്നുകൊണ്ട് തന്റെ ജീവിത ചിത്രം മാറ്റിയെഴുതിയ 74-കാരനായ ഷാഹുൽ ഹമീദ് ശ്രദ്ധേയനാകുന്നത്. കൊല്ലം ജില്ലയിലെ ആദിച്ചനല്ലൂർ കോട്ടായിൽ ഷാഹുൽ ഹമീദ് ജീവിത പ്രാരാബ്ദങ്ങളോട് പടപൊരുതാനായി 12-ാം വയസ്സിൽ തന്നെ കാർഷിക മേഖല തൊഴിലായി സ്വീകരിച്ചു. തെങ്ങും വാഴയും മരച്ചീനിയും ഒക്കെ നട്ട് പരിപാലിച്ചു പോരവെയാണ് വിദ്യുശക്തി വകുപ്പിന്റെ വൈദ്യുതി ലൈൻ നിർമ്മാണത്തിനായി ഷാഹുൽ ഹമീദിന്റെ 78ഓളം തെങ്ങുകൾ മുറിച്ചു മാറ്റപ്പെട്ടത്. അതിൽ തെല്ലും നിരാശനാകാതെ തെങ്ങ് മുറിച്ചു മാറ്റപ്പെട്ട നീർത്തടത്തിൽ നെൽകൃഷി ചെയ്യാനാണ് ഷാഹുൽ ഹമീദ് എന്ന കർഷകൻ തയ്യാറായത്. എന്നാൽ ജലത്തിലെ ലവണാംശത്തിന്റെ ആധിക്യം മൂലം നെൽകൃഷി നശിക്കവേ മത്സ്യകൃഷി എന്ന ചിന്തയിലേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധ തിരിയുകയായിരുന്നു. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ ക്ലാസുകളിൽ പങ്കെടുത്തു പോന്നിരുന്ന ഷാഹുൽ ഹമീദ് അവിടെ നിന്നും ലഭിച്ച അറിവുകളുടെ പിൻബലത്തോടെ ഓരുവെള്ളത്തിലെ ചെമ്മീൻ കൃഷി എന്ന കാർഷിക ആശയത്തിന് രൂപമേകുകയായിരുന്നു. കായൽ തീരത്തിന്റെ നിതാന്ത പച്ചപ്പണിഞ്ഞ തന്റെ കൃഷിയിടത്തിലെ 1.5 ഏക്കറിലേറെ വരുന്ന നീർത്തടമാണ് ഷാഹുൽ ഹമീദ് ചെമ്മീൻ കൃഷിക്കായി തയ്യാറാക്കിയത്. ലവണാംശം ഏറെയുള്ള മണ്ണിന്റെ പരിശോധനയ്ക്ക് ശേഷം അവിടേക്ക് വളരെ യോജിച്ച പുലിക്കൊഞ്ച്, കാരച്ചെമ്മീൻ എന്നൊക്കെ വിളിപ്പേരുള്ള ടൈഗർ ഷ്രിംസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ചെമ്മീൻ ഇനത്തിന്റെ വിത്തുകളാണ് നിക്ഷേപിച്ചത്. ശാരീരിക ഘടനയുടെ വളർച്ചയെ അടിസ്ഥാനമാക്കിയുള്ള ആഹാരവും മരുന്നും മാറി മാറി നൽകുന്നു. പ്രോട്ടീനും വൈറ്റമിൻ ഘടകങ്ങളും അടങ്ങിയ അംഗീകൃത കമ്പനിയുടെ 5 തരം ആഹാരങ്ങളും ജൈവ മരുന്നുകളുമാണ് ഷാഹുൽ ഹമീദ് നൽകിപ്പോരുന്നത്. നിത്യേന 2 ആളുകളുടെ ശ്രദ്ധ തീറ്റ നൽകലിനും ഇതര പരിചരണങ്ങൾക്കും ചെമ്മീൻ കുളത്തിൽ ആവശ്യമുണ്ട്. ഇതിലേറിയ പങ്കും ഷാഹുൽ ഹമീദ് തന്നെ നിർവഹിക്കുന്നു. കുളത്തിലെ വെള്ളത്തിന്റെ pH ഫാക്ടർ നിർണ്ണയിക്കേണ്ടത് ചെമ്മീൻ കൃഷിയിൽ ഏറെ പ്രധാനമാണ്. ഓരോ ദിനത്തിലും വ്യത്യാസപ്പെടുന്ന pH തോത് തിരിച്ചറിഞ്ഞ് അത് നിയന്ത്രിക്കപ്പെടേണ്ടതുമാണ്. ചെമ്മീനിന്റെ സുഗമമായ വളർച്ചയ്ക്ക് 6 മുതൽ 8% വരെ pH ഫാക്ടർ ജലത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. pH അളവ് കുറഞ്ഞാൽ കുമ്മായം കലക്കി ചേർത്ത് ഇത് പരിഹരിക്കാവുന്നതാണ്. വാർദ്ധക്യത്തിന്റെ വരവിൽ സുഹൃത്തായ ഒരു സഹായിയെ ഷാഹുൽ ഹമീദ് ചെമ്മീൻ കൃഷിക്കായി കൂട്ടിയിട്ടുണ്ടെങ്കിലും ജീവിതകാലത്തിന്റെ 7.5 പതിറ്റാണ്ടോടടുക്കുമ്പോഴും ഈ മത്സ്യകർഷകന് വിശ്രമമില്ല. കാരച്ചെമ്മീനിൽ നിന്നും കനകം കൈയടക്കുന്ന ഈ കാരണവർ മത്സ്യസമൃദ്ധിയുടെ കാവലാളായി ഇവിടെ ഉള്ളപ്പോൾ കേരളത്തിന്റെ കാർഷിക മേഖലയെ അത് പ്രൗഢവും പ്രബലവുമാക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.
അഷ്ടമുടിക്കായലിൻ്റെയും കല്ലടയാറിൻ്റെയും തീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന 8ഓളം ചെറുദ്വീപുകളുടെ സമൂഹമാണ് മൺട്രോ ഐലൻഡ് എന്നും മൺട്രോ തുരുത്ത് എന്നും അറിയപ്പെടുന്ന പ്രദേശം. വെള്ളത്താൽ ചുറ്റപ്പെട്ടിരുന്ന ഈ മനോഹരമായ കാർഷിക ദ്വീപ് ചെമ്മീൻ, കരിമീൻ എന്നീ മത്സ്യകൃഷികളും തെങ്ങ്, കൊപ്ര, കയർ തുടങ്ങിയ അനുബന്ധ വ്യവസായങ്ങളും ചേന, വാഴ, ചേമ്പ്, കാച്ചിൽ, മരിച്ചീനി, കുരുമുളക്, മറ്റ് പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെ ഇടവിള സമ്മിശ്ര കൃഷികളും കൊണ്ട് സമൃദ്ധമായിരുന്നു. ഇടത്തോടുകൾ ധാരാളമുള്ളതിനാൽ മത്സ്യകൃഷിക്കും താറാവ് കൃഷിക്കും ഈ ദ്വീപ് അനുയോജ്യമാണ്. പൊതുവിൽ പരമ്പരാഗത കൃഷി രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഈ ദ്വീപ് നിവാസികളിൽ നിന്നും വ്യത്യസ്തനായ ഒരു യുവ കർഷകനാണ് ശ്രീ ബിനു കരുണാകരൻ. ചെറുവള്ളത്തിലും ബസ്സിലുമൊക്കെയായി പോയി പഠിച്ച ബിനു നേടിയത് ഇൻസ്ട്രുമെന്റേഷൻ. കേരളത്തിനകത്തും പുറത്തും തൊഴിൽ സാധ്യതയുള്ള ആ ഡിപ്ലോമ വീടിന്റെ പഠനമുറിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കൃഷിയുടെ സാധ്യതാ പഠനത്തിലേക്ക് തിരിഞ്ഞ ഈ ചെറുപ്പക്കാരൻ സ്വന്തമായി കൃഷിയിടം ഏറെ ഉള്ളപ്പോൾ എന്തിന് ഒരു മാസശമ്പളക്കാരൻ എന്ന ചിന്തയിലേക്കായിരുന്നു കടന്നത്. ഏറെ ലാഭകരമായ ചെമ്മീൻ കൃഷിയെക്കുറിച്ചാണ് ബിനു ആദ്യം ചിന്തിച്ചത്. ചെമ്മീനിന് വളരാൻ സ്വാഭാവികമായ ചെറു തോടുകളുള്ള പ്രദേശം. മറ്റൊന്നും ബിനു ആലോചിച്ചില്ല. ഫിഷറീസ് വകുപ്പിനെ സമീപിച്ച് ശാസ്ത്രീയമായ ഉപദേശങ്ങൾ തേടി. ഏറെക്കാലത്തിനു ശേഷം ചെമ്മീൻ കൃഷിയിലുണ്ടായ നഷ്ടം ഈ ചെറുപ്പക്കാരനെ തെല്ലും നിരാശനാക്കിയില്ല. പിന്നെ ബിനുവിൻ്റെ ശ്രദ്ധ കരിമീനിലേക്ക് തിരിഞ്ഞു. പുരയിടത്തിലെ തോടുകളിൽ അവിടെ കൂടുകളും ഹാച്ചറിയും സ്ഥാപിച്ച് കൃഷിയിൽ വിജയത്തിൻ്റെ പുതിയ പാത തന്നെ സ്വീകരിക്കുകയാണ് ഇന്ന് ബിനു. ഒഴുക്കുള്ള തോട്ടിൽ അവിടെയായി വലക്കൂടുകൾ സ്ഥാപിച്ച് കരിമീൻ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ഹാച്ചറി ഒരുക്കുന്നു. ഈ ഹാച്ചറിയിൽ മാതൃകൂട്ടിൽ നിന്നും കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങൾക്കൊപ്പം കുറച്ച് വലിയ കരിമീനിനെയും നിക്ഷേപിക്കുന്നു. വലിയ കരിമീനിൻ്റെ സാന്നിധ്യം കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ വേഗം കൂട്ടുന്നു. ഒപ്പം ശാസ്ത്രീയമായ തീറ്റയും പരിചരണവും ഇവിടെ അവലംബിക്കുന്നു. അഷ്ടമുടിക്കായലിൻ്റെ തെളിനീരിൽ വളരുന്ന കരിമീനിന് നാട്ടിൽ ഏറെ പ്രിയം തന്നെ. അതുകൊണ്ട് തന്നെ വിപണന മേഖല ഏറെ സമ്പുഷ്ടവുമാണ്. കരിമീൻ കുഞ്ഞുങ്ങളെ കാണാനും വാങ്ങാനുമായി തുരുത്തിനകത്തും പുറത്തു നിന്നുമുള്ള ആളുകൾ നിത്യേന ഇവിടെ എത്തുന്നു. വലക്കൂടുകൾ ഒരുക്കി തോടിനുള്ളിൽ നിക്ഷേപിക്കുകയാണ് കരിമീൻ വളർത്തലിൻ്റെ രീതി. തോടുകളിൽ നിന്നുള്ള പായലും ബിനു ഇട്ടുകൊടുക്കുന്ന സമീകൃത ആഹാരവും കൂടിയാകുമ്പോൾ കരിമീനിൻ്റെ വളർച്ച ത്വരിതമാകുന്നു. ഭാരവും പെട്ടെന്ന് കൂടുന്നു. ആളുകളുടെ ആവശ്യത്തിനനുസരിച്ച് പിടിച്ചെടുക്കുന്ന കരിമീൻ അവിടെ വെച്ച് തന്നെ നല്ല വിലയ്ക്ക് വിൽക്കുവാനും ബിനുവിന് കഴിയുന്നു. തോടിന് കുറുകെ തെങ്ങിൻ തടി അടുക്കി അതിനു മുകളിൽ വല വിരിച്ച് തയ്യാറാക്കിയ താറാവിൻ കൂട്ടിൽ നിന്നുള്ള താറാവിൻ്റെ വിസർജ്യങ്ങളും പായലും കരിമീന് ഭക്ഷണമായി മാറുന്നു. സംസ്ഥാന മത്സ്യമായ കരിമീനിന്, പ്രത്യേകിച്ചും അഷ്ടമുടിയുടെ ഈ നാടൻ കരിമീനിനെ ജനപ്രിയമാക്കാൻ ഈ ചെറുപ്പക്കാരന് ഇതിനകം കഴിഞ്ഞിരിക്കുന്നു. അലങ്കാര മത്സ്യങ്ങളെപ്പോലെ തന്നെ ആകർഷകമാണ് അലങ്കാര മത്സ്യകൃഷി. കാഴ്ചയ്ക്ക് മനോഹരം, മനസ്സിന് ആനന്ദകരം, ഏറെ ലാഭകരം. വേണ്ട രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് ഗുണനിലവാരം നിലനിർത്തിക്കൊണ്ട് വിപണിയിലെത്തിച്ചാൽ ഇവയ്ക്ക് വൻ ഡിമാൻഡുണ്ട്. ആഭ്യന്തര വിപണിയിലും അന്താരാഷ്ട്ര വിപണിയിലും രാജ്യത്തിനകത്തും പുറത്തുമുള്ള ആവശ്യത്തിൻ്റെ വളരെ ചെറിയൊരംശം മാത്രമാണ് നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നതാണ് സത്യം. സന്നദ്ധരായി ഇറങ്ങിത്തിരിക്കുന്ന സംരംഭകർക്ക് മുമ്പിൽ അനന്ത സാധ്യതകളാണ് ഈ രംഗം വാഗ്ദാനം ചെയ്യുന്നത്. ഇങ്ങനെ അലങ്കാര മത്സ്യകൃഷിയിലേക്ക് കാലെടുത്തു വെച്ചവർക്കാർക്കും പിന്തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല. തങ്ങളുടെ ഉദ്യമം നേട്ടങ്ങളിൽ നിന്ന് നേട്ടങ്ങളിലേക്ക് കുതിച്ചതിൻ്റെ കഥകളാണ് അവർക്ക് പറയുവാനുള്ളത്. പുതിയ ഒരു മത്സ്യത്തെ ടാങ്കിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. പുറത്തുനിന്ന് കൊണ്ടുവന്ന ഉടനെ തന്നെ ടാങ്കിനുള്ളിൽ നിക്ഷേപിക്കരുത്. വളർത്താൻ ഉദ്ദേശിക്കുന്ന പുതിയ ടാങ്കിൽ വെള്ളം നിറച്ച് വേണ്ട അളവിൽ സൂക്ഷ്മാണു സാന്നിധ്യം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം മത്സ്യത്തെ പുതിയ വാസസ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കുക. കൂടാതെ അനുയോജ്യമായ മത്സ്യങ്ങളുടെ കൂടെ മാത്രം പാർപ്പിക്കുക. അല്ലാത്ത പക്ഷം
തമ്മിൽ കൊത്തി ചത്തുപോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് അതേ രീതി തന്നെയാണ് മീനിന്. ആ മീനിന് നമുക്കൊരു കുഞ്ഞിന് എന്തൊക്കെ അസുഖം വരുന്നോ അതുപോലെ മീനിനും അസുഖങ്ങൾ വരാം. ഒത്തിരി അസുഖങ്ങൾ, ഇപ്പോൾ പനി, തലവേദന കുഞ്ഞിന് വരുന്ന പോലെ മീനിനും സ്ട്രെസ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു വെള്ളത്തിൽ നിന്ന് മാറ്റി വേറൊരു വെള്ളത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ സ്ട്രെസ് അനുഭവിക്കും. കാരണം നമ്മൾ എ സിയിലിരുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പുറത്ത് ചൂട് കൊള്ളുമ്പോൾ നമുക്കൊരു ദേഹത്തിന് ഒരു അസ്വസ്ഥത ഉള്ളതുപോലെ മീനും ഉണ്ടാകും. കാരണം ടാങ്കിൽ നിന്ന് മീൻ പിടിക്കുന്ന ടൈം പോലും ഉണ്ട്. അതിന് വ്യത്യസ്തമായി നമ്മൾ മീൻ പിടിക്കുകയാണെങ്കിൽ മീൻ സ്ട്രെസ് കൊണ്ട് അത് മയങ്ങിക്കിടക്കും. പക്ഷേ വീണ്ടും ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ അനുയോജ്യമായ രീതി വന്നു കഴിഞ്ഞാലേ ആ മീൻ വീണ്ടും അവിടെ നിന്ന് എണീറ്റ് നീന്തി പോകാൻ തുടങ്ങുകയുള്ളൂ. ഈ കാണുന്ന കുഞ്ഞുങ്ങൾ ഏകദേശം 3 മാസം കഴിയുമ്പോൾ വിൽക്കാനുള്ള സൈസ് ആവും. വിൽക്കുന്ന ഈ കുഞ്ഞുങ്ങളെ ഈ പ്ലാസ്റ്റിക് കവറിലിട്ട് ഓക്സിജൻ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ഏകദേശം 24-36 മണിക്കൂർ വരെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇത് പുതിയ ടാങ്കിൽ ഇടുന്ന സമയത്ത് ആ വെള്ളത്തിലെ ടെമ്പറേച്ചറും ഈ പ്ലാസ്റ്റിക്കുള്ള ടെമ്പറേച്ചർ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി ഏകദേശം അരമണിക്കൂർ ഇട്ടതിന് ശേഷം ഈ ഏത് ടാങ്കിലാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ ടാങ്കിലായിട്ട് തുറന്ന് വിടുകയാണ് ചെയ്യുന്നത്. അന്നേരം മീൻ ചാവാനുള്ള സാധ്യത കുറവായിരിക്കും. ഇല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം മൂലം ഇത് ചാവാനുള്ള സാധ്യത ഉണ്ടാകും. ഈ ഓക്സിജൻ കൊടുക്കുന്നത് ഇത് കാർബൺ ഫിൽറ്ററാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഈ ഫിൽട്രേഷൻ കൊണ്ട് ഈ വെള്ളത്തിലുള്ള അഴുക്കും ഇതെല്ലാം ഇത് പിടിച്ചെടുക്കും. അതിൻ്റെ ബാക്ടീരിയ ഫോർമേഷന് ഈ പറയുന്ന ഫിൽട്രേഷൻ നല്ലതാണ്. പിന്നെ ബയോളജിക്കൽ ഫിൽറ്റർ എന്ന് പറയും. അസുഖം വരാതിരിക്കാൻ മരുന്ന് നൽകേണ്ടതും ആവശ്യമാണ്. എന്നാൽ ചെറിയ ടാങ്കുകളിൽ വളർത്തുന്നവർക്ക് വലിയ തോതിൽ മരുന്നിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്സി ടെട്രാസൈക്ലിൻ ഗുളിക വെള്ളത്തിൽ ലയിപ്പിച്ച് ടാങ്കിലേക്ക് ഒഴിച്ചാൽ മതി. ടാങ്കിൻ്റെ വലുപ്പത്തിനനുസരിച്ചായിരിക്കണം മരുന്നിൻ്റെ ഡോസും നിശ്ചയിക്കേണ്ടത്. 1.5 അടി ടാങ്കിന് 1 ഓക്സി ടെട്രാസൈക്ലിൻ ഗുളിക മതിയാകുന്നതാണ്. ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആദ്യം ബേസിക്കലി നമ്മുടെ ഒരു ടാങ്ക് ബാക്കി കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് ലേറ്റസ്റ്റായിട്ടുള്ള എല്ലാ സൗകര്യവും കിട്ടത്തക്കവണ്ണവും എന്തൊക്കെ ചില സിമെൻറ്റിൻ്റെ ദോഷമുണ്ടെങ്കിൽ അത് ഫൈബർ കോട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യുക. അതൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നേട്ടമായിട്ടിരിക്കും. അത് ലേറ്റസ്റ്റ് ടെക്നോളജി അഡാപ്റ്റ് ചെയ്താൽ നമുക്ക് കൂടുതൽ കുഞ്ഞുങ്ങളെ കിട്ടും, മോർട്ടാലിറ്റി കുറയും. അതാണ് ഏറ്റവും നല്ലത്. ഇതിന് ധാരാളം ഡിമാൻഡുണ്ടോ ഈ മത്സ്യങ്ങൾക്ക്? നല്ല ഡിമാൻഡാണ്. അപ്പോൾ ലോക്കലായിട്ടും നല്ല സെയിൽ ചെയ്യാനുള്ള അവസരമുണ്ട്. പിന്നെ ധാരാളം ഇവിടെ തന്നെ ചെറിയ ചെറിയ ഷോപ്പുകൾ ധാരാളമുണ്ട്. അവർ എത്ര ഉണ്ടെങ്കിലും അവർ എടുക്കാൻ തയ്യാറാണ്. പൊതുവേ കേരളത്തിൽ നല്ലൊരു മാർക്കറ്റുള്ള ഒരു ഇതാണ് ഓർണമെൻ്റൽ ഫിഷ് എന്ന് പറഞ്ഞാൽ. മത്സ്യങ്ങൾക്ക് കൃത്യസമയത്ത് ഭക്ഷണം നൽകേണ്ടത് ആവശ്യമാണ്. ദിവസം 3 തവണയാണ് തീറ്റ നൽകുന്നത്. രാവിലെ 10 മണിക്കും 12 മണിക്കും, പിന്നീട് ഉച്ചതിരിഞ്ഞ് 3:30-ക്കും 4-നുമിടയ്ക്കും എന്നതാണ് ഇവിടുത്തെ ക്രമം. വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണമാണ് ഓരോ തവണയും നൽകുന്നത്. ആഴ്ചയിൽ 1 ദിവസം ഭക്ഷണം നൽകുകയില്ല. മത്സ്യങ്ങളുടെ ദഹന വ്യവസ്ഥ ക്രമീകരിക്കാനാണ് ഇത്. വിവിധ തരത്തിലുള്ള ഭക്ഷണം മത്സ്യങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇവയിൽ ആർട്ടീമിയ എന്ന ജീവഭക്ഷണം ഫാമിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഏറെ പോഷക സമ്പുഷ്ടമായ ആർട്ടീമിയ മത്സ്യങ്ങൾക്ക് ഉത്തമമായ തീറ്റയാണ്. കൊഞ്ചുവർഗത്തിൽ ഉൾപ്പെടുന്ന ഈ ജീവികൾ ലിപ്പിഡുകൾ, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ എന്നിവയുടെ വൻ സാന്നിധ്യം കൊണ്ട് സമ്പുഷ്ടമാണ്. 30 ppt ലവണ ലായനിയിലാണ് മുട്ടകൾ വിരിയിച്ചെടുക്കുന്നത്. വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾ പാത്രത്തിൻ്റെ മുകൾ തട്ടിലും മുട്ടത്തോടുകളും മറ്റവശിഷ്ടങ്ങളും പാത്രത്തിൻ്റെ അടിത്തട്ടിലും വശങ്ങളിലുമായി പറ്റിപ്പിടിച്ചിരിക്കുകയും ചെയ്യും. മുകൾ തട്ടിലുള്ള ആർട്ടീമിയ കുഞ്ഞുങ്ങളെ അതീവ ശ്രദ്ധയോടെ വേർതിരിച്ചെടുക്കുന്നു. തുടർന്ന് ശുദ്ധജലത്തിൽ കഴുകുന്നു. ഇങ്ങനെ വേർതിരിച്ച് ശുദ്ധീകരിച്ചെടുക്കുന്ന ആർട്ടീമിയ അക്വേറിയം മത്സ്യങ്ങൾക്ക് ഉത്തമമായ ആഹാരമാണ്. ആഹാരം ഇതിന് ആർട്ടീമിയ കൊടുക്കുന്നുണ്ട്. പിന്നെ അല്ലാത്ത വിദേശ ഫുഡുകളുണ്ട്. എന്തൊക്കെയാണ് അത് സ്റ്റാർട്ടറുണ്ട്, അത് കണ്ണപ്പൽ, ലാർവി സ്റ്റാർ, അങ്ങനെ ഒത്തിരി ഫുഡുകൾ ഇത് വരുന്നുണ്ട്, വിദേശങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ആ ഫ്ലാക്സിൻ്റെ ഫുഡുണ്ട്. ആ ഫുഡാണ് ഇതിന് കൂടുതലും കൊടുക്കുന്നത്. ലൈവായിട്ട് കൊടുക്കുന്നത് ആർട്ടീമിയ കൊടുക്കുന്നുണ്ട്, ടുബി ഫിക്സ് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കൃത്യസമയത്തിന് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ആഹാരം കൊടുത്തില്ലെങ്കിൽ പോലും ആ കൃത്യസമയത്ത് നമ്മളെ വെയിറ്റ് ചെയ്ത് അത് മീൻ വന്ന് നിൽക്കുക. അത് നമുക്ക് അറിയാൻ പറ്റും. ആ കറക്റ്റ് സമയത്തിന് മീൻ
ആഹാരം കിട്ടാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ നമ്മളോട്ട് ആ ഒരു അത്ര പരിചയമാവും ആ മത്സ്യം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പച്ചക്കറികളുടെ ബാക്ടീരിയൽ വാട്ടം നിയന്ത്രിക്കാൻ ഗ്രാഫ്റ്റിംഗ്. സംസ്ഥാനതല കർഷക ദിനാചരണം കോഴിക്കോട്ട്. ഉയരത്തിൽ വളരുന്ന ഫലവർഗ്ഗങ്ങൾ വിളവെടുക്കാൻ സ്പ്രിംഗ് ടോപ്പ് കട്ടർ. വിശദമായ വാർത്തകളിലേക്ക്. പച്ചക്കറികളുടെ ബാക്ടീരിയൽ വാട്ടം ഫലപ്രദമായി നിയന്ത്രിക്കാൻ ഗ്രാഫ്റ്റിംഗ് സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്താമെന്ന് കേരള കാർഷിക സർവകലാശാലയിലെ മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പരീക്ഷണങ്ങളിൽ തെളിഞ്ഞു. വാട്ടരോഗവും നിമവിര ബാധയും ചെറുക്കാൻ കഴിയുന്ന ചുണ്ടയിലാണ് തക്കാളിയും വഴുതനയും ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. മുളക്, ക്യാപ്സിക്കം തൈകൾ മുളകിന്റെ തന്നെ വാട്ട പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളിൽ ഗ്രാഫ്റ്റ് ചെയ്യാം. മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ഒട്ടുതൈകൾ കർഷകർക്ക് ആവശ്യാനുസരണം ലഭ്യമാകും. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 0487 237 0726. 1 ലക്ഷം തൊഴിൽദാന പദ്ധതിയിൽ ഉൾപ്പെട്ട കർഷകർക്ക് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കൃഷിഭവൻ ധനസഹായം നൽകുന്നു. കർഷകർ 25 സെന്റിൽ കുറയാതെ വാണിജ്യാടിസ്ഥാനത്തിൽ വാഴ കൃഷി ചെയ്യുന്നവരാകണം. 25 സ്ഥലത്തുള്ള വാഴ കൃഷിക്ക് 5250 രൂപയാണ് ധനസഹായം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0471 2367 622. കൃഷി മൃഗസംരക്ഷണ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ കർഷക ദിനാചരണം കോഴിക്കോട് മറൈൻ ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 16, 17, 18 തീയതികളിലായി വൈവിധ്യമാർന്ന പരിപാടികളോട് സംഘടിപ്പിക്കുന്നു. കൃഷി മൃഗസംരക്ഷണ വകുപ്പുകളുടെ നൂതന കൃഷി സമ്പ്രദായങ്ങൾ പരിചയപ്പെടുത്തുന്ന പ്രദർശന സ്റ്റാളുകൾ, സെമിനാറുകൾ എന്നിവ ഉണ്ടായിരിക്കും. കർഷകർക്ക് മത്സരാടിസ്ഥാനത്തിൽ ഘോഷയാത്ര, ഗ്രീൻ ആർമി, കാർഷിക കർമ്മസേനാംഗങ്ങളുടെ മാർച്ച് പാസ്റ്റ്, കുടുംബശ്രീ അംഗങ്ങളുടെയും കർഷകരുടെയും പാചക മത്സരം, കാർഷിക സംഗമം, കാർഷിക മേഖലയെ അധികരിച്ചുള്ള സെമിനാറുകൾ, കലാസന്ധ്യ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം കുടപ്പനക്കുന്നിലെ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്ററിൽ ഈ മാസം 11 മുതൽ 13 വരെ ശാസ്ത്രീയ പശു വളർത്തലിനെക്കുറിച്ച് പരിശീലനം നൽകുന്നു. ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്കായിരിക്കും പരിശീലനത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുക. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471 2732 918. ഉയരത്തിൽ വളരുന്ന ചക്ക, കുരുമുളക്, മാങ്ങ തുടങ്ങിയവയുടെ വിളവെടുപ്പിന് സഹായിക്കുന്ന ലഘുയന്ത്രമാണ് സ്പ്രിംഗ് ടോപ്പ് കട്ടർ. തൃശൂർ വടക്കാഞ്ചേരി ബ്ലോക്കിലെ ചിറ്റിലപ്പള്ളി വീട്ടിൽ സെബാസ്റ്റ്യൻ എന്ന കർഷകൻ നിർമ്മിച്ച യന്ത്രമാണ് സ്പ്രിംഗ് ടോപ്പ് കട്ടർ. കനം കുറഞ്ഞ കട്ടർ ഉപയോഗിച്ച് കത്രികയുടെ പ്രവർത്തന തത്വത്തിൽ PVC പൈപ്പിന്റെ സഹായത്തോടെ വളരെ ഉയരത്തിലെ ഫലവർഗ്ഗങ്ങൾ പോലും അനായാസേന വിളവെടുക്കാം. വിളകൾ കൂട്ടിലാണ് വീഴുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് കർഷകനുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 9048411509. മറ്റൊരു നമ്പർ 04884 232595. കേന്ദ്ര കൃഷിവകുപ്പിന്റെ കീഴിലുള്ള നാളികേര വികസന ബോർഡിന്റെ സഹായത്തോടെ തിരുവനന്തപുരം പാറശാല നാളികേര ഉൽപാദക ഫെഡറേഷൻ 6 ദിവസം സൗജന്യ തെങ്ങുകയറ്റ പരിശീലനം നടത്തുന്നു. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സൗജന്യ തെങ്ങുകയറ്റ യന്ത്രവും ഇൻഷുറൻസും ലഭിക്കും.
കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 8125686668. മറ്റൊരു നമ്പർ 9447861941. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ കിൻഡലിന് 16,400 രൂപ, കോഴിക്കോട് 17,500 രൂപ, തൃശൂർ 16,600 രൂപ. കൊപ്ര കൊച്ചി 11,400 രൂപ, കോഴിക്കോട് 11,700 രൂപ, തൃശൂർ 11,090 രൂപ. കുരുമുളക് ഗാബിൾഡ് 72,000 രൂപ, കുരുമുളക് ഗാബിൾഡ് 75,000 രൂപ. ചുക്ക് മീഡിയം 31,000 രൂപ, ബെസ്റ്റ് 32,500 രൂപ. മഞ്ഞൾ സേലം 7,000 രൂപ, ഈറോഡ് 7,200 രൂപ. അടയ്ക്ക പുതിയത് 26,000 രൂപ മുതൽ 27,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 13,200 രൂപ, RSS 4 ഗ്രേഡ് 13,800 രൂപ. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 13,300 രൂപ, RSS 4 ഗ്രേഡ് 13,880 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ കിൻഡലിന് 16,400 രൂപ, കൊപ്ര 11,400 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300 രൂപ, റോട്ടറി 3,000 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 72,000 രൂപ, കുരുമുളക് ഗാബിൾഡ് 75,000 രൂപ. ചുക്ക് മീഡിയം 31,000 രൂപ, ബെസ്റ്റ് 32,500 രൂപ. മഞ്ഞൾ നാടൻ 6,200 രൂപ. അടയ്ക്ക പുതിയത് 26,000 രൂപ മുതൽ 27,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 225 രൂപ മുതൽ 275 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 450 രൂപ മുതൽ 480 രൂപ വരെ. ജാതി പത്രി 750 രൂപ മുതൽ 900 രൂപ വരെ. ഗ്രാമ്പു 900 രൂപ മുതൽ 1,020 രൂപ വരെ. റബ്ബർ RSS 5 ഗ്രേഡ് 13,200 രൂപ, RSS 4 ഗ്രേഡ് 13,800 രൂപ. ഒട്ടുപാൽ 8,800 രൂപ, ലാറ്റക്സ് 10,000 രൂപ. കമ്പോള അവലോകനം. കൊപ്രക്ഷാമം രൂക്ഷമായതോടെ സംസ്ഥാനത്തെ ഓയിൽ മില്ലുകളുടെ പ്രവർത്തനം താളം തെറ്റുന്നു. പല മില്ലുകൾക്കും നിത്യാവശ്യത്തിനു വേണ്ട കൊപ്ര ശേഖരിക്കാൻ കഴിയാത്തത് വെളിച്ചെണ്ണ ഉൽപ്പാദനം കുറച്ചു. വ്യാപാരികൾ തമിഴ്നാട് ചരക്കിനെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. കോഴിക്കോട് എണ്ണ 17,500 രൂപയിലാണ്. വിപണിയുടെ ചരിത്രത്തിലെ ഏറ്റവും ആകർഷകമായ വിലയാണിത്. കൊച്ചിയിൽ 200 രൂപ വർദ്ധിച്ച് 16,400 രൂപയായി. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നിർത്തിവെച്ച റബ്ബർ ടാപ്പിംഗ് പുനരാരംഭിക്കാനായില്ല. അതേസമയം ടയർ മേഖലയിൽ നിന്നുള്ള ആവശ്യക്കാരുടെ അഭാവം കോട്ടയത്തും കൊച്ചിയിലും ഷീറ്റ് വിലയെ ബാധിച്ചു. കർഷകരും സ്റ്റോക്കിസ്റ്റുകളും ചരക്ക് നീക്കം നിയന്ത്രിച്ചിട്ടുണ്ട്. കൊച്ചി ലേലത്തിൽ ഏലയ്ക്ക കരുത്തുപിടിച്ചു. ഒരാഴ്ചക്കിടയിലെ ഏറ്റവും മികച്ച വിലയായ 10,011 രൂപ വലിപ്പം കൂടിയ ഇനങ്ങൾക്ക് ഉറപ്പുവരുത്താനായി. ശരാശരി ഇനങ്ങൾ 780 രൂപയിലാണ്. കുരുമുളക് വിപണിയുടെ ചലനങ്ങളെ പ്രതീക്ഷയോടെ നിരീക്ഷിക്കുകയാണ് മലയോര മേഖല. രണ്ടാഴ്ചയിൽ ഏറെയായ ഉൽപ്പന്നത്തിന്റെ വില റെക്കോർഡായ 75,000 രൂപയിലാണ്. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 29.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.1. കോഴിക്കോട് 29.7, 23.4. കൊച്ചി 29, 22.6. ആലപ്പുഴ 29.3, 23.2. പുനലൂർ 30, 22. തിരുവനന്തപുരം 30.2, 23.5 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.